വീണ്ടും റിവ്യൂ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സന്ദേശം മത്തായിയുടെ സുവിശേഷം 9:17 പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുകയില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കുക, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. എന്താണ് ഇതിൻ്റെ വെളിപ്പാട്? പുതുവീഞ്ഞെന്ന് പറഞ്ഞാൽ പുതിയ കൃപ, പുതിയ നിയമം, പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പ്രവൃത്തികൾ. യശയ്യാവിൻ്റെ പുസ്തകം 43-18-19 പറയുന്നു, ഞാൻ പുതിയതൊന്നും ചെയ്യാൻ പോകും. വിലാപങ്ങൾ 3:22 പറയുന്നു, അവൻ്റെ കൃപ എന്നും പുതിയതാണ്. കടൽക്കരയിൽ ഉയർത്തെഴുന്നേറ്റ് ചെന്ന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇപ്പം പിടിച്ച മീൻ. ദൈവം ഒരിക്കലും, ഞാൻ പറയുന്ന പോലെ ഫ്രിഡ്ജിൽ വെച്ച് ദൈവം ഉപയോഗിക്കത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം പുതിയതാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ദൈവം ശുശ്രൂഷിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്? പരീശൻ പഴയതിനെ മുറുകെ പിടിച്ച് പഴയ പാരമ്പര്യങ്ങളെ, ആ ക്രിയകളെ കൈ കഴുകാതെ കഴിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവനെ വെടുപ്പും വിശുദ്ധിയും പുറമേ ഇവൻ വൃത്തിയാകുമ്പോൾ കർത്താവ് പറയുകയാണ്, പുതിയ വീഞ്ഞ്, പുതിയ ഉപദേശം, പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പ്രവൃത്തികൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നാം പുതുക്കണം. അതാണ് റോമർ 12 പറഞ്ഞ, കർത്താവിൻ്റെ മനസ്സലി ഓർപ്പിച്ചാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പി. പിന്നെ പറയുന്ന, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. അപ്പം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ദൈവം ആരാണെന്ന് അറിയണം. നമ്മളൊരാളുടെയൊക്കെ വായ്പയ്ക്ക് ചെല്ലുമ്പോൾ ആ ആളിൻ്റെ ആസ്തി അറിയണം. അതനുസരിച്ച് നമ്മൾ ചോദിക്കുന്നത്. ആ വ്യക്തി സമ്പന്നനാണെങ്കിലോ അതേ അളവിലാണ് ചോദിക്കുന്നത്. വലിയവനായ ദൈവത്തിനടുക്കൽ നാം വരുമ്പോൾ ഇടുങ്ങിയ മനസ്സുകൊണ്ട് വരരുത്. പൗലോസ് കൊരിന്ത്യർ സഭയോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ അത്ര ഇടുക്കമുള്ളത്. അപ്പോൾ വലിയവനായ ദൈവം, അതാണ് പൗലോസ് എഫേസ്യർക്ക് എഴുതുമ്പോൾ അതിൻ്റെ 3:20 എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. യേശു കടലിൻ്റെ മീതെ നടന്നു വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഭൂതമെന്ന് പറഞ്ഞു. ഒരിക്കലും ദൈവദാസനത് പ്രസംഗിച്ചതാണ്. സാധാരണ നടന്നു പോകുന്ന കർത്താവിന് കുഴപ്പമില്ല. വെള്ളത്തിൻ്റെ മീതെ അമാനുഷികപരമായ അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പറയും പിശാചാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. യേശു അന്ധനെ സൗഖ്യമാക്കിയ പോലെ പലതരത്തിലാണ് കർത്താവ് സൗഖ്യമാക്കി. യേശു ചെയ്ത പ്രവർത്തനം വ്യത്യസ്തമായിട്ടാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യും. അതിനെ നമ്മൾ വിവേചിക്കണം. ആത്മാവ് പുതിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മാവ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പുതുക്കി ദൈവവചന അടിസ്ഥാനത്തിൽ നാം കാര്യങ്ങളെ കണ്ട് ആ പുതിയ വീഞ്ഞ്, അത് അവർ പറഞ്ഞില്ലേ, അവർ മാളികമുറിയിൽ ആത്മാവ് വന്നപ്പോൾ പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു. കാരണം അവരിതുവരെ കാണാത്ത പ്രവർത്തികളാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് മനസ്സ് പുതുക്കിയാൽ, അവിടെ പറഞ്ഞേക്കണം, പകരുമ്പോൾ രണ്ടും സുരക്ഷിതമായിരിക്കും. മറ്റേ പഴയതിനകത്തോട്ട് പുതിയത് പകരാനൊക്കത്തില്ല. കാഴ്ചപ്പാടുകളെ മാറണം. പുതിയ കാഴ്ചപ്പാട്. ഇനി കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണം. പഴയ ആ അവസ്ഥയെ തുടരാനല്ല, എങ്ങനെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ കഴിയും, എങ്ങനെ ആത്മാക്കളെ നേടാൻ കഴിയും, അങ്ങനെ നമുക്ക് മുന്നേറാം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം മുഖാന്തരമാകട്ടെ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് പുതിയ വീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനെ നമുക്ക് ഒരുങ്ങാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.